അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്ക് അടുത്തായിട്ട് വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് എന്തുകൊണ്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെറും 39 ലക്ഷം രൂപയ്ക്ക് 4 സെന്റിലായിട്ട് 3 ബെഡ്റൂമുകൾ കൂടി 1000 സ്ക്വയർ ഫീറ്റിൽ വെറും 13 വർഷത്തിന് താഴെ പഴക്കമുള്ള SUV ടൈപ്പ് വാഹനം ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വില കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഇതിനകത്ത് കാർ പാർക്കിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. SUV ടൈപ്പ് വാഹനങ്ങളും അല്ലെങ്കിൽ കോമറ്റ് EV പോലത്തെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയയാണ്. നമുക്ക് കാർ പാർക്കിംഗ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുവഴി ജസ്റ്റ് അകത്തേക്ക് കയറി പോകാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലല്ല, ബാക്ക് സൈഡിലേക്കാണ് കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്ക് 2 എൻട്രൻസിലാണ് ഉള്ളത്. ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ ഗേറ്റ് വഴി നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അതുവഴി അകത്തേക്ക് കയറാനുള്ള 2 ഓപ്ഷൻസ് ഉള്ള വീട് കൂടിയാണ്. നമുക്ക് ഇതിന്റെ മുറ്റം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ചെറിയൊരു മുറ്റമാണെങ്കിലും അത്യാവശ്യം കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം ചെടിയൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ടുള്ള രീതിയിലേക്കുള്ളതാണ്. സിമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഹോൾ ഏരിയ. അപ്പോൾ ഹോൾ ഏരിയയിലും ലിവിംഗ് സ്പേസ് ആയാലും ഡൈനിങ് സ്പേസ് ആയാലും ഒരുമിച്ചാണ് കിടക്കുന്നത്. നമുക്ക് പാർട്ടീഷൻ ചെയ്തൊക്കെ നമുക്ക് ഏത് രീതിയിലും കൺവെർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വീട് കൂടിയാണ്. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. മുകളിലത്തെ ഫ്ലോറിലായിട്ടൊന്നുമില്ല, ഒറ്റ ഫ്ലോറാണ് ഈ വീട് വരുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ഒരു ബാത്റൂം ഫെസിലിറ്റി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകൾ വരുന്നതിൽ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ സ്പേഷ്യസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അവിടെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി അകത്തേക്ക് കയറാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇതിൽ എല്ലാത്തിനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് അറ്റാച്ച് ബാത്റൂം ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസ് കൂടിയിട്ടുള്ള ഒരു വീടാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ സ്പേഷ്യസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് ആണ്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം അലമാരയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നോർമൽ ടൈപ്പ് വീട് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു വീടെന്ന് സ്വപ്നം കാണുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് പറ്റുന്ന കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളൊന്നും അധികം കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് അലമാരയായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യസിന്റെ കാര്യത്തിൽ കണ്ടില്ല, നല്ല ബെഡ് ഇടാൻ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസിലൂടെയാണ് ഈ ബെഡ്റൂം. അതിൽ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ റിനോവേഷൻ ചെയ്ത് അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്തൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും നമുക്ക് നോക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കബോർഡ്സ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളൊക്കെ നമുക്ക് അത്യാവശ്യം രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചെറിയ റിനോവേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും നന്നായിട്ട് പർച്ചേസ് ചെയ്യാം. ബിൽഡ് ക്വാളിറ്റി കാര്യത്തിലൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ അത്യാവശ്യം വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് മെയിൻ ജംഗ്ഷനിൽ നിന്നും വെറും 10 മീറ്റർ താഴെയാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. ലോറി പോകുന്ന ആക്സസ് ഉള്ള നല്ല റോഡ് ആയിട്ടുള്ള റോഡാണ്. അപ്പം അത്യാവശ്യം ഒരാൾക്ക് ബസ് ഇറങ്ങിയൊക്കെ ജസ്റ്റ് ഇതിലേക്ക് വരാനായിട്ടുള്ള ഒരു 2 മിനിറ്റ് ആണ്. ഏത് രാത്രിയും ബസ് പോകുന്ന റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടും നമുക്ക് ഈ പ്രോപ്പർട്ടി ബസ്സൊക്കെ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു വീടെന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ വീട്ടിൽ ജോലി, നമുക്കറിയാം സാധാരണക്കാർ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ മനസ്സറിഞ്ഞ് ആ രീതിയിലേക്കാണ് നമ്മൾ ചെറിയ വീടുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ലോൺ അവൈലബിലിറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് എന്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണ് ഈ വീട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, വില കുറഞ്ഞൊരു വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വീടാണെന്നുള്ളത്. ഏകദേശം തിരുമല ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ, പെരികാവ് ജംഗ്ഷനിൽ നിന്ന് വെറും 100 മീറ്റർ ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്നുള്ളത്. മെയിൻ റോഡിൽ നിന്ന് വെറും 10 മീറ്റർ ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും പോകുന്ന നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. 4 സെന്റിലായിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോർ ആയിട്ടുള്ള ഒറ്റ ഫ്ലോറാണ് ഈ വീട് കൊടുത്തുള്ളത്. ഏകദേശം 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. SUV ടൈപ്പ് ആണെങ്കിൽ ഒരു കാർ ഈസി ആയിട്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്ലേ. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം തീർച്ചയായും താഴെ നമ്പറിലേക്ക് വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നത് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ വീഡിയോ ആണ് ശ്രമിക്കുക.